അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്പേരൻസ 2K25-ൻ്റെ അസുലഭ മുഹൂർത്തത്തിൽ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയ വിസ്മയം എന്ന വിഷയത്തിൽ ഞാൻ അല്പം സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ, ആമീൻ. പ്രിയമുള്ളവരെ, സൃഷ്ടികളിൽ ഏറ്റവും വലിയ വിനയവിസ്മയമായിരുന്നു അത്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയം കൊണ്ട് ലോകം കീഴടക്കാൻ ആ പുണ്യ പ്രവാചകർക്ക് സാധിച്ചിട്ടുണ്ട്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയം പ്രകടമാകുന്ന ഏതാനും ചില സംഭവങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. പല വേളകളിലും മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൻ്റെ അടിയിൽ നിന്ന് നീര് കെട്ടി വീർക്കുമ്പോഴും രാത്രി നിസ്കാരം നിർവഹിക്കുന്നത് കണ്ടപ്പോൾ ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുകയുണ്ടായി, അങ്ങേക്ക് മുൻകഴിഞ്ഞതുമായ ഇനി വരാൻ പോകുന്നതുമായ മുഴുവൻ പാപങ്ങളും അല്ലാഹു പുറത്തു തന്നിട്ടും പിന്നെ എന്തിനാണ് ഈ പ്രയാസപ്പെടൽ? അപ്പോൾ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അഫല അകൂന അബ്ദൻ ശക്കൂറ, ഞാൻ നന്ദിയുള്ള അടിമയാവണ്ടയോ ആയിഷ എന്നായിരുന്നു. തീർന്നിട്ടില്ല. ബദ്രിലേക്കുള്ള യാത്രയിൽ ഒരു ഒട്ടകവും മാത്രമായിരുന്നു. 3 പേർക്കുമായുള്ള ഏക ആശ്രയം മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അലി റളിയല്ലാഹു അൻഹും മർസദ് റളിയല്ലാഹു അൻഹും മാറി മാറി സഞ്ചരിക്കാനായിരുന്നു തീരുമാനം. തൻ്റെ ഊഴമെത്തിയപ്പോൾ സ്വഹാബാക്കൾ പറഞ്ഞത്, നബിയെ, ഞങ്ങളെ ഊഴത്തിലും മക്ക് ഒട്ടകപ്പുറത്തേറുക, അതാണ് ഞങ്ങൾക്കിഷ്ടം. അപ്പോൾ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഞാൻ നിങ്ങളെക്കാൾ ആരോഗ്യവാനാണ്, മാത്രമല്ല നിങ്ങളെപ്പോലെ ഞാനും റബ്ബിൻ്റെ കൂലി ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഇത്രമെല്ലാം വിനയം കൊണ്ട് ലോകം ധന്യമാക്കിയ ഏതെങ്കിലും ഒരു ലോക നേതാവ് ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ആ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ധാരാളം സ്വലാത്തുകളും ചെല്ലാനും അവിടുത്തെ മാർഗം പിൻപറ്റി ജീവിക്കാനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, ആമീൻ. ഇത്രയും പറഞ്ഞ് എൻ്റെ കൊച്ചു പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.